10-18 കൊല്ലായി ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവര് മാസം മാസം വക്കീലിനെ കാണാൻ, ഓരോരുത്തർക്ക് രണ്ടും മൂന്നും കേസാണ്, വക്കീലിനെ കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കേസ് കൊടുത്തവർക്ക് ഒരാൾക്കും പൈസ കിട്ടില്ല. അത് ഇങ്ങനെ കേസ് കൊടുത്ത പൈസ കിട്ടുന്നുണ്ടെന്ന് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. കേസ് അവര് കൊടുക്കാൻ വേണ്ടി പറയണച്ചെങ്കിൽ ആലോചിച്ചോ, അത് നമുക്ക് പൈസ തരാൻ വേണ്ടിയിട്ടല്ല, നമ്മളതേപോലെ നടത്തിക്കാൻ വേണ്ടിയിട്ടാണ്. എന്റെ അനുഭവമാണ് ഞാൻ പറയണത്. ഞാൻ 2010 കാലഘട്ടത്തിൽ ഞാൻ ഒരു ടൈക്കൂൺസ് ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്നൊരു കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു. അങ്ങനെ വർക്ക് ചെയ്തിട്ട് ഒരു കൊല്ലത്തോളം വർക്ക് ചെയ്തു. അതെന്താ വെച്ചാൽ പക്ക മണിച്ചേനായിരുന്നു. നമുക്കറിയില്ല, നമ്മുടെ ലീഡർ, എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ശകുന്തള എന്ന് പറഞ്ഞൊരു ലേഡിയാണ് എന്നെ വിളിച്ചത്. എനിക്ക് അന്ന് ഞാൻ 10,000 രൂപ ഇട്ടിട്ട് നമുക്ക് ആഴ്ചയിൽ 800 രൂപ വെച്ചിട്ടാണ് അന്ന് തന്നിരുന്നത്. അപ്പൊ അങ്ങനെ കിട്ടുമ്പോ നമുക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാരെ ചേർത്തി, ഞാൻ ഒരു കോടിയോളം ചേർത്തി. ഞാൻ ചേർത്തിട്ട് എനിക്ക് 7,500,000 രൂപയാണ് കിട്ടിയത്. പക്ഷെ ഞാൻ കിട്ടിയത് മുഴുവൻ അതിൽ തന്നെ ഇട്ടു. അതിൽ തന്നെ ഇട്ടിട്ട് പിറ്റത്തെ മാസം ആ കമ്പനി പൊളിഞ്ഞു. കമ്പനിയാണ് പൊളിഞ്ഞതിട്ടാ, തന്നുകൊണ്ടിരിക്കണം നിർത്തിയിട്ടുള്ളതല്ല. അപ്പൊ ആ കമ്പനി പൊളിഞ്ഞിട്ട് നോക്കുമ്പോ പിന്നെ നമുക്ക് പൈസ കിട്ടാൻ വഴിയില്ലല്ലോ. അങ്ങനെ ജനങ്ങൾ നമ്മുടെ വീട്ടിൽ വന്ന് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. ഞാനാണെന്ന് വെച്ചാൽ ഹസ്ബൻഡ് മരിച്ച 2 പെൺകുട്ടികളായിട്ട് ഇവിടെ താമസിക്കുന്നു. അങ്ങനെ ഞാൻ ആ പൈസ ഹസ്ബൻഡ് മരിച്ചിട്ട് പൈസ ഇൻഷുറൻസിന്, ആക്സിഡന്റ് മരിച്ചതാണ്, പൈസ കിട്ടിയിരുന്നു. അങ്ങനെ 8,500,000 രൂപ ഞാൻ ജനങ്ങൾക്ക് കൊടുത്തു. എന്നിട്ട് എന്റെ വീട്ടിലേക്ക് ക്രൈംബ്രാഞ്ചുകാർ വന്നിട്ടുണ്ടായിരുന്നു വടകരയിൽ നിന്ന്. അപ്പൊ അവര് വന്നപ്പോ ഞാൻ ഇതൊക്കെ രേഖകളൊക്കെ കാട്ടി കൊടുത്തു. നമ്മള് പൈസ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു വെൽക്കം ലെറ്റർ വരും. അപ്പൊ ഞാൻ 7,500,000 ഇട്ടതിന്റെ അതും കൊടുത്തു. പിന്നെ ഞാൻ ജനങ്ങൾക്ക് പൈസ അക്കൗണ്ടിൽ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൗണ്ടർ ഫയൽ എന്റെ അടുത്തുണ്ടായിരുന്നു, അതും ഞാൻ കാട്ടി കൊടുത്തു. അപ്പൊ പിന്നെ ഞാൻ കമ്പനിയൊന്നും പറ്റിയിട്ടില്ലല്ലോ. ഞാൻ പറ്റിയതിനും കൂടുതൽ കമ്പനി ആ പൈസ മുഴുവൻ അതിൽ തന്നെ ഇട്ടു. പിന്നെ ഞാൻ ജനങ്ങൾക്ക് പൈസ കൊടുത്തല്ലോ. അതൊക്കെ ക്രൈംബ്രാഞ്ചുകാരോട് പറഞ്ഞു, എല്ലാ രേഖയും കാട്ടി കൊടുത്തു. അവര് കുന്നംകുളം സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ പോയി അന്വേഷിച്ചു, ശരിയായി എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു വിളിക്കാന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം എനിക്ക് അവിടുന്ന് DYSP സദാനന്ദൻ സാറാണ് വിളിച്ചത് തന്നെ, വടകരയിൽ നിന്ന്. അവർ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ കേസില്ല, നിങ്ങൾ കമ്പനിയൊന്നും കൈപ്പറ്റിയിട്ടില്ലല്ലോ, നിങ്ങളുടെ പേരിൽ കേസില്ല പറഞ്ഞു. എന്നിട്ട് പിന്നെ മറ്റുള്ളവർ കുറെ ആൾക്കാരുണ്ട് കേട്ടോ, 50 ലക്ഷം മേടിച്ചവര്, 80 ലക്ഷം മേടിച്ചവരൊക്കെ ഉണ്ട്. അവരുടെ പേരിലൊക്കെ ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 10-18 കൊല്ലായി ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവര് മാസം മാസം വക്കീലിനെ കാണാൻ, ഓരോരുത്തർക്ക് രണ്ടും മൂന്നും കേസാണ്, വക്കീലിനെ കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ അവസരത്തിൽ എന്നെ ലീവ ടവറിൽ, കുന്നമത്ത് ലീവ ടവറിൽ ക്രൈംബ്രാഞ്ചുകാർ വന്നു. എന്നിട്ട് പറഞ്ഞു പോയവരെ കണക്കെടുക്കാൻ വേണ്ടിയിട്ട് പൈസ തിരിച്ചു തരാമെന്നും പറഞ്ഞിട്ട് പോയവരെ കണക്കെടുക്കാൻ വേണ്ടിയിട്ട് ഇവര് വന്നു. അപ്പൊ ഞങ്ങള് ചേർത്ത ആൾക്കാരൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ ഒന്നും കിട്ടാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവരുടെ എല്ലാവരും രേഖകളൊക്കെ മേടിച്ചു വെച്ചു, അവരുടെ അഡ്രസ്സും ഇതൊക്കെ മേടിച്ചു വെച്ചു. പിന്നെ ഒരു സുപ്രഭാതത്തില് അവിടുന്ന് കുറെ കഴിഞ്ഞപ്പോ ഒരു 10-14 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴാണ് അപ്പൊ അന്ന് ഞങ്ങളിപ്പോ ഫോൺ നമ്പറൊക്കെ മാറിണ്ടാവൂലോ. ഇപ്പൊ കേസ് പോലീസുകാര് നമ്മുടെ അഡ്രസ്സൊക്കെ അന്വേഷിച്ചിട്ട് വന്നിട്ട് ഇപ്പൊ ഒരു കൊല്ലത്തോളായി. ഇപ്പൊ ഞങ്ങൾക്ക് സമൻസ് വന്നു. കുറെ ആൾക്കാർക്ക്, ഒന്നും കിട്ടാത്ത ആൾക്കാർക്ക് അടക്കം സമൻസ്. ഇപ്പൊ ഞങ്ങളും കോടതിയിൽ കയറി മാസം മാസം 500 രൂപ വക്കീലിന് കൊടുത്തിട്ട് കോടതിയിലേക്ക്, ഇവിടെ അയ്യന്തോൾ കോടതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എത്ര കൊല്ലം മുന്നേ കഴിഞ്ഞ കാര്യം ആലോചിക്കണം കേട്ടാ. അപ്പൊ ഈ പുതിയ ബാച്ച് ക്രൈംബ്രാഞ്ചുകാർ ജോയിൻ ചെയ്യുമ്പോ അവർക്ക് പഴയ കേസുകൾ എടുത്തു കൊടുക്കൂത്രേ. അപ്പൊ അവരത് അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ അന്വേഷിച്ച് വന്നു. ഇപ്പൊ കേസിന് നടക്കുകയാണ് ഞങ്ങള്. ഒന്ന് ആലോചിച്ച് നോക്ക്. അത് പക്ക മണിച്ചേനായിരുന്നു കമ്പനി. പക്ഷെ നമ്മളറിയില്ലല്ലോ, വരുമാനം കിട്ടാൻ വേണ്ടി ഓരോരുത്തർ വന്ന് പറയുമ്പോ നമ്മൾ ചേരുകയാണ് അതില്. എന്നിട്ട് കേസ് കൊടുത്തവർക്ക് ഒരാൾക്കും പൈസ കിട്ടില്ല. അത് ഇങ്ങനെ കേസ് കൊടുത്ത പൈസ കിട്ടുന്നുണ്ടെന്ന് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അത് ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ അവര് ഞങ്ങളുടെ പേരിൽ കേസ്, അത് പോവാതി പ്രതിയായി. പൈസ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് ഒപ്പിടിച്ചിട്ട് അവരിപ്പൊ തിരിച്ച് ഞങ്ങളുടെ പേരിൽ കേസാക്കിയിട്ടാ വന്നുള്ളത്. ഇതിലൊന്നും കിട്ടാത്തവര്, പൈസ ഇട്ടവരും പ്രതികളാന്ന് പറഞ്ഞിട്ട് ഒന്നും കിട്ടിയിട്ടില്ല, അവർക്കടക്കം കേസാണ്. ഇപ്പൊ മാസം മാസം 500 റുപ്യ വക്കീലിന് കൊടുക്കുക. കേച്ചേരിയിലുള്ള സതീഷ് വക്കീലാണ് കേസ് വാദിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിട്ടാ. അപ്പൊ നമ്മൾ ഇത്രയും ലീഗലായിട്ടുള്ള ഒരു കമ്പനിയാണ് നമ്മുടെ ഹൈറിച്ച് കമ്പനി. അത് ലീഗൽ അല്ലാത്തൊരു കമ്പനിയായിരുന്നു. അപ്പൊ നമ്മള് ഈ നിലയ്ക്ക് കാട്ടിക്കൂട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ കേസ് കൊടുക്കാൻ വേണ്ടി പറയണച്ചെങ്കിൽ ആലോചിച്ചോ, അത് നമുക്ക് പൈസ തരാൻ വേണ്ടിയിട്ടല്ല, നമ്മളതേപോലെ നടത്തിക്കാൻ വേണ്ടിയിട്ടാണ്. എന്റെ അനുഭവമാണ് ഞാൻ പറയണത്. അപ്പൊ കേസിന് പോയവരൊക്കെ കുടുങ്ങും. അപ്പൊ എന്റെ അനുഭവമാണ് ഞാൻ ഈ പറയണത്. കേസിന് പോവാതിരിക്കുക നല്ലത്. നമ്മൾ നല്ല പോലെ നിന്നിട്ട് ഇപ്പൊ നമ്മുടെ വക്കീല് പറഞ്ഞ മാതിരി, നമ്മുടെ നല്ല സോമില് പറഞ്ഞ വക്കീല് പറഞ്ഞ മാതിരി നിൽക്കുകയാണ് വെച്ചാൽ നമുക്ക് നല്ല നല്ല പയ്യെ തിന്നാൽ പനയും തിന്നാന്ന് പറഞ്ഞില്ല, നമ്മുടെ പൈസ കിട്ടാനുള്ള സംവിധാനങ്ങൾ അവര് ചെയ്തു തരും. ഒരാളും കേസിന് പോണ്ട, പോയിട്ട് കാര്യമില്ല, അത് വാദി പ്രതിയാവും.
പിന്നെ നമ്മൾ കാലങ്ങളോളം കേസിന്റെ പിന്നാലെ നടക്കണം. എന്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക, ഒരു അറ്റല്ല. എല്ലാവരും ജയിക്കണം. അനിലക്കര ജയിച്ചു, അനിലക്കരയ്ക്ക് കൊടുത്തില്ല. സുരേഷ് ഗോപി അവര് ജയിച്ചത് എന്താ, നമ്മളെല്ലാരും വോട്ട് ചെയ്തിട്ട് വന്ന് സുരേഷ് ഗോപി എന്താ പറഞ്ഞ്, നമ്മൾ ചെന്നപ്പോ എല്ലാവരും ഞാൻ ശരിയാക്കി, പേടിയും പേടിക്കണ്ട പറഞ്ഞു. എന്നിട്ട് ഈ പേഴ്സിന്റെ ആൾക്കാരും ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ചെന്നിട്ടാണ് സുരേഷ് ഗോപിനെ കാണാൻ ചാലക്കുടിയിൽ വന്നിട്ട് ചെയ്യുമ്പോ ഞങ്ങളെ കൂട്ട അങ്കമാലിയിലേക്ക് ഒരു വർഗീസ് സാറിന്റെ വീട്ടിലേക്ക് സുരേഷ് ഗോപി വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു അമ്പലത്തിലെ പ്രോഗ്രാമിന് ഇലക്ഷന്റെ മുന്നേ ഞങ്ങൾ പോയി കണ്ട്. അപ്പം സുരേഷ് ഗോപി പറഞ്ഞു, നിങ്ങളൊരു പേടിയും പേടിക്കണ്ട, എന്നെ ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാം ശരിയാക്കി തരാറുണ്ട്. ഞങ്ങളവിടെ എനിക്ക് വല്ലതും ചെയ്യാൻ കൂട്ടി പറ്റുക. നമ്മുടെ ഇതിലെതിരെ വന്നതല്ലേ സുരേഷ് ഗോപി. അപ്പൊ പറയണത് എന്താ വെച്ചാൽ കോടതി നിയമത്തിൽ ഇവർക്ക് ഇടപെടാൻ പറ്റില്ല എന്നാണ് പറയണത്. അങ്ങനെ വെച്ചാൽ നീതിന്യായ വ്യവസ്ഥ നടക്കണ ഒരു കോടതിയാണെങ്കിൽ നമ്മൾ ഇത്രയും ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് നിൽക്കേണ്ട ജനങ്ങൾക്ക് ജീവിക്കാനുള്ള എല്ലാ ഇതും അവസരം തന്നില്ലല്ലേ. നമ്മൾ വല്ല തെണ്ടിത്തരം ചെയ്തിട്ടുണ്ടായില്ലേ? മറ്റുള്ള കമ്പനിയൊക്കെ മണിച്ചയും മധുരയെല്ലാം ചെയ്തിട്ടുണ്ട്. ഇത്ര മണിച്ചയിലല്ലോ. ഇവിടുത്തെ ബോബി ചെമ്മണൂർ സാറ് എന്തെല്ലാം കളി കളിക്കുന്നു. വെറും കള്ളക്കടത്തല്ലാണ് ചെയ്യുന്നത് മുഴുവനും. അവൻ അന്ന് 2 ദിവസം ജയിലിൽ കിടന്നു. അവൻ വെല്ലുവിളിച്ചു, ജയിലിൽ നിന്ന് വിട്ടപ്പോൾ അവൻ വെല്ലുവിളിച്ചു, ഞാൻ ഇവിടെ കിടക്കാൻ തയ്യാറാന്നുണ്ട്. അവൻ കാശ് കൊടുത്ത് മുങ്ങിയില്ല. അതൊക്കെ പ്രഹസനങ്ങളാണ്. ഇവിടെ എന്തെല്ലാം തെണ്ടിത്തരങ്ങൾ നടക്കുന്നുണ്ട്. അതിനൊക്കെ ഒട്ടാശ ചെയ്തിട്ട് കാശ് കൊടുത്തിട്ട് നമ്മുടെ പ്രധാന സാറ് കാശ് കൊടുത്തില്ല എന്നാണ് ഇപ്പൊ വിളിച്ചത്. ഇങ്ങനെ വെറുതെ ഇല്ലീഗലായിട്ടുള്ള കമ്പനിയല്ല, അയാള് ലീഗലായിട്ട് നടത്തുന്നതാ. ഇല്ലീഗൽ കമ്പനികളാണ് പൈസ കൊടുക്കുന്നത്. ഇതൊക്കെ നമുക്ക് അറിയണതാണ് ഇവിടെ കാര്യങ്ങള്. എന്നിട്ട് ഇപ്പൊ നമ്മൾക്ക് ആകെ ടെൻഷൻ അടിച്ചിട്ടപ്പോ ഞങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് വയ്യാതെ ചെയ്തും തന്നെ ഈ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് വയ്യാതെ ചെയ്ത്. ഡിസംബർ 7-ാം തീയതി കാലത്ത് സെൻട്രൽ കമ്പനി നമ്മുടെ കമ്പനീനെ അവര് പിടിച്ചത് 3500 റുപ്യ എനിക്ക് അന്ന് കാലത്ത് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായ? കിട്ടിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ്, ഒരു കൊടുത്തോണ്ടിരിക്കുന്ന കമ്പനീനല്ലേ അവര് പിടിച്ചത്. ആലോചിച്ച് നോക്കി നോക്ക്. എന്നിട്ട് ഞാന് ഈ ലോൺ അടയ്ക്കാൻ പറ്റാണ്ട് ഞങ്ങൾ കിടന്ന് കണ്ണീര് കുടിക്കണം. ഇപ്പൊ ഇവിടെ ഈ കമ്പനികളെ പിടിപ്പിക്കാൻ നടക്കുന്ന ലീഡർമാരുണ്ടല്ലോ, ഇവിടെ എത്ര കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിയിലൊക്കെ അവരുടെ ഐഡി ഉണ്ടാവും. അപ്പൊ അവരൊക്കെ വായ അടപ്പിക്കുന്നവര് അവരെ ഐഡി അവർക്ക് വശംവദയാവണ കമ്പനികളിലൊക്കെ അവര് പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുക്കും. അല്ലാത്ത കമ്പനികളൊക്കെ അവർ പിടിക്കാൻ നടക്കും. ഇതാണ് ഈ സംഘടനയുടെ നേതാക്കന്മാരുടെ പണി. എല്ലാ കമ്പനിയിലും ഉണ്ടാവും അവർക്ക് ഐഡി. അപ്പൊ അതിൽ നിന്നും കിട്ടൂലോ. ഇതിന് കൈയിട്ട് മാന്താൻ കിട്ടിയില്ല. അതാണ് ഇവിടെ പിടിപ്പിക്കാൻ കാരണം. ബാങ്കുകാര് വീട്ടിൽ വന്നിരിക്കുക. ആരോട് അതിന്റെ ഉത്തരം ഞങ്ങൾ പറയാ? ബാങ്കുകാര് 2 വർഷത്തിൽ 3-ാമത്തേനെ അവര് വീട്ടിൽ വന്നിരിക്കുക. എന്തെല്ലാം കഷ്ടപ്പാട്. അവിടുന്ന് ബ്ലേഡിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തിട്ട് ഞങ്ങൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുണ്ടാ. എത്രയോ ജനങ്ങളുടെ ശാപച്ചുണ്ട്. ഇവരൊക്കെ നന്നാവോ? ഇവരെ കുടുംബത്തെ അനുഭവിക്കാതിരിക്കണുള്ളൂ. ഇവരൊക്കെ പുഴരിച്ചിട്ട് ചാവുള്ളൂ. ഇവരൊക്കെ ഈ കമ്പനീനെ പിടിപ്പിക്കാൻ നടന്നവരൊക്കെ അനുഭവിക്കാതിരിക്കണുള്ളൂട്ടാ.